നമസ്കാരം. വളരെ വേഗത്തിലും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫ്രഞ്ച് ടോസ്റ്റ് അഥവാ ബോംബെ ടോസ്റ്റ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, ഒരു ഈവനിങ് സ്നാക്കായിട്ടും കുട്ടികൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂണിൻ്റെയും പകുതി മതി, 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ, കറുവാപ്പട്ട നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തത്, വനില എസൻസ് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. വനില എസൻസും കറുവാപ്പട്ട പൊടിച്ചതും ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ, ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കുക. പിന്നീട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ പൂർണ്ണമായിട്ടും ഇതിൽ അലിഞ്ഞു ചേരണം. ഇനി ഇതിൽ ബ്രെഡ് മുക്കിയ ശേഷം പൊരിച്ചെടുക്കണം. അതിനായി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലൽപ്പം ബട്ടറോ നെയ്യോ അതല്ലെങ്കിൽ എണ്ണയോ തടവുക. അതിനുശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. പിന്നീട് ഓരോ ബ്രെഡ് സ്ലൈസ് വീതം എടുത്ത് ഇതുപോലെ 2 സൈഡും മുക്കിയ ശേഷം പാനിലിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും വൈറ്റ് ബ്രെഡാണ് സാധാരണയായി ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് കാണാം ഈ ബ്രെഡിൻ്റെ സൈഡിലൂടെ വലിയ കുമിളകൾ വരുന്നത്. ഏകദേശം 1 മിനിറ്റ് നേരം കഴിയുമ്പോൾ ഈ കുമിളകൾ നന്നായിട്ട് കുറഞ്ഞ് വളരെ ചെറിയ കുമിളകൾ മാത്രമായി മാറും. അങ്ങനെ ചെറിയ കുമിളകളായി കഴിയുമ്പോൾ അതിനർത്ഥം ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ടോസ്റ്റായി എന്നാണ്. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റ് നേരം കഴിഞ്ഞു. നമുക്ക് കാണാം ഈ സൈഡിൽ ഇപ്പോൾ വളരെ ചെറിയ കുമിളകൾ മാത്രമാണ് ഉള്ളത്. ഇനി ഇത് മറിച്ചിടുക. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കാണുന്ന പോലെ അല്പം ബ്രൗൺ കളറായിരിക്കണം ഇതിനുണ്ടാവേണ്ടത്. രണ്ടാമത്തെ സൈഡും ഏകദേശം 1 മിനിറ്റ് നേരം ടോസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ സൈഡും ആവശ്യത്തിന് ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം. വലിയ പാനാണെങ്കിൽ 1-ൽ കൂടുതൽ എണ്ണം ഒരുമിച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഇതുപോലെ തേനോ ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്ത ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.